മനുഷ്യജീവിതത്തിൽ പരാജയങ്ങൾ സംഭവിക്കുന്നത് സ്വാഭാവികമായിരിക്കുന്ന ഒരു കാര്യമാണ്. എല്ലാ മനുഷ്യനും എല്ലായ്പ്പോഴും എല്ലായിടത്തും ഒരുപോലെ ജയിക്കാനായിട്ട് കഴിയത്തില്ല. ചിലപ്പോഴൊക്കെ ജീവിതത്തിൽ പരാജയങ്ങൾ അനിവാര്യമാണ്. പരാജയങ്ങൾ സംഭവിക്കുമ്പോഴത്തേക്കും അതിൻ്റെ കാരണങ്ങൾ കണ്ടെത്തുകയും ഒരു വിലയിരുത്തലിന് തയ്യാറാകുകയും ആ പരാജയങ്ങൾ പിന്നെ ആവർത്തിക്കപ്പെടാതിരിക്കാൻ ശ്രമിക്കുകയും ചെയ്യുമാണ് ഏറ്റവും മികച്ച കാര്യമെന്ന് പറയുന്നത്. വിശുദ്ധ വേദപുസ്തകത്തിൽ പലയിടങ്ങളിലും വേദപുസ്തക കഥാപാത്രങ്ങളും സമൂഹവും ഒക്കെ പരാജയപ്പെട്ട പലയിടങ്ങളും നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. ഇന്ന് ഈ ചിന്തകളിലൂടെ ഒരു പരാജയത്തിൻ്റെ മേഖലയെ ദൈവം എങ്ങനെയാണ് വിജയപ്രദമാക്കി തീർത്തത് എന്നുള്ളതാണ് നിങ്ങളോട് പങ്കുവെക്കുവാൻ എൻ്റെ ഹോളി സ്പിരിറ്റ് താല്പര്യപ്പെടുന്നത്. പഴയ നിയമത്തിൽ ഇസ്രായേൽ ജനം ഒന്നിച്ച് അവരുടെ വാഗ്ദത്ത ദേശമായിരിക്കുന്ന കനാനിലേക്ക് പ്രവേശിക്കുകയാണ്. ആ പ്രവേശനം തുടങ്ങുന്ന സമയത്ത് യോർദാനെയൊക്കെ വിഭാഗിച്ച് എരിഹോ എന്ന് പറയുന്ന വലിയ കോട്ടമതിലിനെയൊക്കെ ഇടിച്ചു തള്ളിയിട്ട് ഇസ്രായേലിയർ മുന്നോട്ട് പോവുകയാണ്. എന്നാൽ ഒരു ചെറിയ പട്ടണമായ ഹായി എന്ന പട്ടണത്തിൻ്റെ മുമ്പാകെ ഇവർ തോറ്റുപോവുകയാണ്. നിസാരം വരുന്ന ആ പട്ടണക്കാരെ വളരെ പെട്ടെന്ന് പരാജയപ്പെടുത്താനായിട്ട് കഴിയും. അതുകൊണ്ട് വലിയ സംഖ്യ അങ്ങോട്ട് പോയി യുദ്ധം ചെയ്തില്ല. ഒരു ചെറിയ ഗ്രൂപ്പ് ആ പട്ടണത്തിന് നേരെ പോയി യുദ്ധം ചെയ്യുകയാണ്. എന്നാൽ ആ പട്ടണക്കാരുടെ മുമ്പാകെ ഇസ്രായേൽ എന്ന് പറയുന്ന ഈ വലിയ സഖ്യം തോറ്റുപോവുകയാണ്. അന്നത്തെ പടനായകനായിരുന്ന അന്നത്തെ നേതാവായിരുന്ന യോശുവ അതിൻ്റെ കാരണം കണ്ടെത്താൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയാണ്. ദൈവം അതിന് കാരണം പറഞ്ഞു കൊടുക്കുകയാണ്. നിന്റെ ജനത്തിൻ്റെ ഇടയിൽ പാപം കടന്നിരിക്കുകയാണ്. പാപകാരണത്താലാണ് നിങ്ങൾക്ക് തോൽവി സംഭവിച്ചിരിക്കുന്നത്. അതാരാണ് ചെയ്തതെന്ന് അറിയാൻ വേണ്ടിയിട്ട് പിറ്റേന്ന് ഒരു വലിയ സമ്മേളനം നടക്കുന്നു. ആ സമ്മേളനത്തിൻ്റെ ഇടയിൽ ആ കുറ്റം കണ്ടെത്തിയ ആളെ അല്ലെങ്കിൽ ചെയ്ത ആളെ കണ്ടെത്തുകയാണ്. ആ മനുഷ്യനെ പിടിച്ചു കെട്ടിക്കൊണ്ടുവന്ന് ഒരു വലിയ താഴ്വരയിൽ കൊണ്ടു നിർത്തി ആ മനുഷ്യനെ കല്ലെറിഞ്ഞ് കൊന്നുകളയുകയും അദ്ദേഹം എടുത്തു വച്ചിരുന്ന വിഗ്രഹാർപ്പിതങ്ങളെയൊക്കെ അദ്ദേഹത്തിൻ്റെ കൂടെ തീയിലിട്ട് ചുട്ടുകളയുകയും ചെയ്യുകയാണ്. ജനത്തെ മുഴുവനും വലയ്ക്കുകയും അവരെ വലിയ പരാജയത്തിലേക്ക് നയിക്കുകയും ചെയ്ത ഈ മനുഷ്യനോട് എല്ലാവർക്കും ഒരു വിദ്വേഷം, വെറുപ്പ്. പ്രത്യേകിച്ച് ആ മനുഷ്യന് ന്യായവിധി നടത്തിയ ആ ഇടം ആഖോർ താഴ്വര എന്നാണ് വേദപുസ്തകത്തിൽ കാണുക. ആ ഇടത്തെ ആൾക്കാർ വെറുക്കുകയും ചെയ്യുകയാണ്. പിന്നീട് കുറേ നാളത്തേക്ക് ആ പട്ടണത്തിൽ അല്ലെങ്കിൽ ആ താഴ്വരയുടെ ആ പ്രദേശത്ത് ആരും തന്നെ പാർക്കുന്നുണ്ടായിരുന്നില്ല. ഒരു ശാപഗ്രസ്തമായ ഒരു ഭൂമി പോലെ, ശാപഗ്രസ്തമായ ഒരു ഇടം പോലെ ഹായി പട്ടണത്തിൻ്റെ തെക്കേ അറ്റത്തുള്ള ആഖോർ എന്ന ആ താഴ്വര അതങ്ങനെ ഒഴിഞ്ഞു കിടക്കുകയാണ്. ഒറ്റ മനുഷ്യർക്കും അവിടെ പാർക്കാനായിട്ട് കഴിയുന്നില്ല. പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് അവിടെ ഒരു ശിക്ഷാവിധി നടന്ന ഒരിടമാണ്. പാപത്തിന് ശിക്ഷ വിധിക്കപ്പെട്ട ഒരു സ്ഥലമാണ്. ജനം മുഴുവനും പരാജയത്താൽ വലഞ്ഞുപോയ ഒരു സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ സകലവരുടെയും ഉള്ളിലേക്ക് ഒരു വലിയ നിരാശയും പ്രയാസവും. അവിടെ പാർക്കാനായിട്ട് ആർക്കും തന്നെ താല്പര്യമുണ്ടായിരുന്നില്ല. ഒറ്റ ഗോത്രക്കാർ പോലും ആ സ്ഥലത്തെ അവരുടേതാക്കി സ്വന്തമാക്കാനായിട്ട് താല്പര്യപ്പെട്ടിരുന്നില്ല എന്നുള്ളതാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ചിലപ്പോഴൊക്കെ ഇങ്ങനെയുള്ള ചില സാഹചര്യങ്ങൾ കടന്നു വരാറുണ്ട്. നമ്മൾ പരാജയപ്പെട്ടു പോയ ഇടങ്ങൾ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വലഞ്ഞു പോയ ചില മേഖലകൾ, പ്രത്യേകിച്ച് നമ്മൾ നേരത്തെയൊക്കെ പാർത്തിരുന്ന ചില സ്ഥലങ്ങൾ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒരുപാട് ദുഃഖങ്ങളിലൂടെ കടന്നുപോയ ഇടങ്ങളിലേക്ക് തിരിച്ചു നടക്കാൻ താല്പര്യമില്ലാത്തവരാണ് ഒട്ടുമിക്ക മനുഷ്യരും എന്നാണ് എൻ്റെ ഒരു ചിന്ത. ഏതെങ്കിലുമൊക്കെ ഇടങ്ങളിൽ നിങ്ങൾ പരാജയപ്പെട്ടു പോയെങ്കിൽ, പർട്ടിക്കുലർ ഒരു പ്ലേസ്, ഒരു സ്ഥലം, അത് നിങ്ങൾക്ക് വലിയ വേദന തന്നതാണെങ്കിൽ 100% അതിലേക്ക് തിരിച്ചു പോകാൻ ഇഷ്ടപ്പെടുന്നവരല്ല മനുഷ്യർ. ചിലപ്പോഴൊക്കെ നമ്മുടെ ഇടയിൽ പലായനങ്ങൾ സംഭവിക്കാറുണ്ട്. നമ്മൾ ഒരു ഇടത്ത് നിന്ന് മറ്റൊരിടത്തേക്ക് മാറി താമസിക്കാറുണ്ട്. അതിന് പ്രത്യേകമായിരിക്കുന്ന കാരണങ്ങളുണ്ട്. എന്തുകൊണ്ടാണ് നമ്മുടെ സ്വഭവനം അല്ലെങ്കിൽ സ്വദേശം വിട്ട് നമ്മൾ മറ്റൊരിടത്ത് പോകേണ്ടതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ആ പ്രദേശത്ത് വച്ച് ഏറ്റുവാങ്ങിയ ചില ദുഃഖങ്ങൾ, ദുരന്തങ്ങൾ, വേദനകൾ, തീരാ നഷ്ടങ്ങൾ, ഇത് നമ്മളെ ആ സ്ഥലം, ആ ഇടം, ആ ദേശം വെറുക്കുന്നതിന് കാരണമായി തീർന്നിട്ടുണ്ട്. ഒട്ടുമിക്ക എല്ലാ മനുഷ്യരുടെയും ജീവിതത്തിൽ അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെന്നാണ് ഞാനും വിശ്വസിക്കുന്നത്. എൻ്റെയും കൊച്ചു ജീവിതത്തിൽ അത്തരത്തിൽ പലായനം ചെയ്യപ്പെട്ട ചില ഇടങ്ങളുണ്ട്. തിരിച്ചു പോകാൻ ആഗ്രഹിക്കാത്ത ചില ഇടങ്ങളുണ്ട്. ഇനി ഒരു വട്ടം പോലും കാണരുത് എന്ന് കൊതിക്കുന്ന ചില ഇടങ്ങളുണ്ട്. അത് തീർച്ചയായിട്ടും നമ്മൾ വലഞ്ഞ നമ്മുടെ വലച്ചിലിൻ്റെയും ദുഃഖങ്ങളുടെയും ഒക്കെ കാരണഹേതുവായി തീർന്ന ഇടങ്ങൾ നമ്മൾ ഒരിക്കലും തിരിച്ചു പോകാനോ അവിടെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ സ്വന്തമാക്കാനോ ഒന്നും ആഗ്രഹിക്കുന്ന ഒരു ആൾക്കാരല്ല നമ്മൾ.
എന്നാൽ തിരുവഴുത്തിൽ ഇസ്രായേലിയർക്ക് സംഭവിച്ച ഈ നാശം, അല്ലെങ്കിൽ അവർക്ക് സംഭവിച്ച ഈ തോൽവി നിമിത്തം അവർ ആ പട്ടണത്തെയും ആ താഴ്വരയും അങ്ങേയറ്റം വെറുക്കുകയാണ്. പിന്നീട് കുറേ നാളത്തേക്ക് അവിടെ പാർപ്പില്ല, ആൾക്കാരവിടെ താമസിക്കുന്നില്ല, കന്നുകാലികൾക്ക് മേയാനുള്ള കുറച്ചിടമായിട്ട് മാത്രം അതങ്ങനെ അവശേഷിക്കുകയാണ്. എന്നാൽ നൂറ്റാണ്ടുകൾക്ക് ശേഷം പ്രവാചകനായിരിക്കുന്ന ഹോശയ പ്രവചനാത്മാവിൽ സംസാരിക്കുമ്പോഴത്തേക്കും ഒരു വേദഭാഗം പറയുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയും. ഹോശയ പ്രവാചകന്റെ പുസ്തകം 2:15, അവിടെ നിന്ന് ഞാൻ അവർക്ക് മുന്തിരിത്തോട്ടങ്ങളെയും പ്രത്യാശയുടെ വാതിലായി ഞാൻ അവർക്ക് ആഖോർ താഴ്വരയും കൊടുക്കും എന്ന് പറഞ്ഞുകൊണ്ട് പ്രവാചകൻ അവിടെ പ്രവചിക്കുന്ന ഒരു വേദഭാഗം നമുക്ക് കാണാനായിട്ട് കഴിയും. അവിടെ പ്രവാചകൻ ഉപയോഗിക്കുന്ന ആ പദം വളരെ രസകരമാണ്. പ്രത്യാശയുടെ വാതിലായി ഞാൻ അവർക്ക് ആഖോർ താഴ്വരയെ കൊടുക്കും. ആഖോർ താഴ്വര ഒരിക്കലും പ്രത്യാശയുടെ വാതിലായിരുന്നില്ല. ആഖോർ താഴ്വര ഒരു പരാജയത്തിൻ്റെ വാതിലായിരുന്നു. ആഖോർ താഴ്വര ഒരു പാപത്തിൻ്റെ വാതിലായിരുന്നു. ആഖോർ താഴ്വര ഒരു വലച്ചിലിൻ്റെ വാതിലായിരുന്നു. എന്നാൽ പ്രവാചകൻ പറയുന്നത്, നിങ്ങൾ എവിടെയാണോ പരാജയപ്പെട്ടത്, നിങ്ങൾ എവിടെയാണോ പാപത്താൽ ശിക്ഷിക്കപ്പെട്ടത്, നിങ്ങൾ എവിടെയാണോ വലഞ്ഞു പോയത്, ആ ഇടത്തെ ഞാൻ നിങ്ങളുടെ പ്രത്യാശയുടെ വാതിലാക്കി മാറ്റാനായിട്ട് പോവുകയാണ്. ഇന്ന് ഈ ദൈവവചനം കേൾക്കുമ്പോൾ ഒരു പ്രവചനാത്മാവിൽ പരിശുദ്ധാത്മാവ് നൽകിയ ദൈവിക നിയോഗത്താൽ എൻ്റെ ശ്രോതാക്കളോട്, സ്നേഹിതരോട്, വാത്സല്യ മാതാപിതാക്കളോട് വളരെ സ്നേഹത്തോടുകൂടെ പറയുന്നു, നിങ്ങൾ എവിടെയാണോ തകർന്നു പോയത് അതിനെ നിങ്ങളുടെ പ്രത്യാശയുടെ കേന്ദ്രമാക്കി മാറ്റാൻ ദൈവത്തിന് ഇഷ്ടമുണ്ട്. ഏതിടമാണോ നിങ്ങളുടെ വലച്ചിലിന് കാരണമായി തീർന്നത് ആ ഇടത്തെ നിങ്ങളുടെ പ്രത്യാശയുടെ വാതിലാക്കാൻ ദൈവം ആഗ്രഹിക്കുകയാണ്. ഏത് വ്യക്തിയാണോ നിങ്ങളെ തകർത്തത് ആ വ്യക്തിയെ നിങ്ങളുടെ പ്രത്യാശയുടെ കേന്ദ്രമാക്കി മാറ്റാൻ ദൈവത്തിന് ആഗ്രഹമുണ്ട്. എനിക്കറിയാം, ഒരു സുവിശേഷകൻ എന്നുള്ള നിലയിൽ പലപ്പോഴും പല തലമുറകൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാൻ, ചെറുപ്പക്കാർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാൻ കടന്നുപോയിട്ടുണ്ട്. അവിടെയൊക്കെ ജീവിതത്തിൽ മാതാപിതാക്കൾ പറഞ്ഞിട്ടുള്ള വാക്കുകൾ ഇങ്ങനെയാണ്: ഇവനെ കൊണ്ട് ഒരു പ്രയോജനമില്ല, ഇവനെ കൊണ്ട് ഒരു ഗുണവുമില്ല, യൂസ്ലെസ് ആണ് എന്നൊക്കെ പറയുന്ന ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. എന്നാൽ അതേ കുഞ്ഞുങ്ങളെ തന്നെ പിന്നീട് മാതാപിതാക്കളുടെ സംരക്ഷണത്തിനും അവരുടെ മെച്ചപ്പെട്ട ജീവിത സാഹചര്യങ്ങൾക്കും വേണ്ടിയിട്ട് ദൈവം ആ തലമുറകളെ ഉയർത്തിയിട്ടുണ്ട്. ഞാൻ നിങ്ങളോട് ഇന്ന് വളരെ സ്നേഹത്തോടു കൂടെ പറയുന്നു, നിങ്ങളുടെ മക്കൾ പ്രയോജനമില്ലാത്തവരായിട്ടോ, നിങ്ങളുടെ മാതാപിതാക്കൾ പ്രയോജനമില്ലാത്തവരായിട്ടോ, നിങ്ങളുടെ സഹോദരങ്ങൾ, സഹപാഠികൾ പ്രയോജനമില്ലാത്തവരായിട്ടൊക്കെ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ, അവരെ കൊണ്ട് നിങ്ങൾക്ക് വലിയ ഗുണമൊന്നും ഉണ്ടായിട്ടില്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ, വളരെ ആദരവോടെ ദൈവവചനത്തിൻ്റെ വെളിപ്പാടിൽ നിന്നുകൊണ്ട് ഞാൻ പറയുന്നു, എന്താണോ നിങ്ങൾക്ക് ദോഷമായി ഭവിച്ചത് അതിനെ തീർച്ചയായിട്ടും പ്രത്യാശയുടെ വാതിലാക്കി മാറ്റാൻ ദൈവത്തിന് ഇഷ്ടമുണ്ട്. ഇവിടെ ഇസ്രായേൽ ജനത്തിന് പരാജയ കാരണമായി തീർന്ന ഇടമായിരുന്നു ആഖോർ താഴ്വര. എന്നാൽ അതേ ഇടത്തെ ദൈവം അവരുടെ പ്രത്യാശയുടെ വാതിലാക്കി മാറ്റുകയാണ്. ഞാൻ ഇന്ന് വളരെ സ്നേഹത്തോടുകൂടെ നിങ്ങളോട് പറയുന്നു, പ്രവചനാത്മാവിൽ ഞാൻ പ്രവചിച്ച് പറയുന്നു, ഏതിടമാണോ നിങ്ങൾക്ക് പരാജയ കാരണമായി തീർന്നത് ദൈവം അതിനെ പ്രത്യാശയുടെ വാതിലാക്കി മാറ്റാൻ പോകുന്നു. ഏത് വ്യക്തിയാണോ നിങ്ങൾക്ക് ദുഃഖഹേതുവായി തീർന്നത് ആ വ്യക്തിയെ ദൈവം നിങ്ങൾക്ക് ഒരു വലിയ സഹായമാക്കി മാറ്റാനായിട്ട് പോവുകയാണ്. ഏത് വ്യക്തിയാണോ നിങ്ങളുടെ കണ്ണുനീരിന് കാരണമായി തീർന്നത് ആ വ്യക്തിയെ ദൈവം നിങ്ങളുടെ കണ്ണുനീരുകൾ തുടയ്ക്കുന്നതിന് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. തീർത്തും ഈ ദൂതുകൾ അങ്ങനെ തന്നെ ഒന്ന് സ്വീകരിക്കൂ. എന്താണോ നിങ്ങൾക്ക് ദുഃഖഹേതുവായി തീർന്നത്, ആരാണോ നിങ്ങൾക്ക് ദുഃഖ കാരണമായി തീർന്നത്, അതിനെ നിങ്ങളുടെ കണ്ണുനീരിനെ തുടയ്ക്കുവാനും അതിനെ നിങ്ങൾക്ക് പുതിയൊരു പ്രതീക്ഷയ്ക്ക് വക നൽകുന്ന ഒന്നാക്കി മാറ്റാൻ കർത്താവ് വാസ്തവത്തിൽ ആഗ്രഹിക്കുകയാണ്. നമുക്കും അതുകൊണ്ട് ഇന്ന് പ്രവാചകനായിരിക്കുന്ന ഹോശയോടൊപ്പം ചേർന്ന് പറയാം, അവിടെ നിന്ന് ഞാൻ അവൾക്ക് മുന്തിരിത്തോട്ടങ്ങളെയും പ്രത്യാശയുടെ വാതിലായിട്ട് ആഖോർ താഴ്വരയും ഞാൻ കൊടുക്കും. ഈ ദൈവവചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.